ഹായ് വെൽക്കം ടു അവർ ചാനൽ. അപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഭയങ്കര എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം പീക്ക് എക്സൈറ്റ്മെന്റ് ആണ്. എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ല. അപ്പൊ സംഭവം എന്താ വെച്ചാലേ, മോളുടെ സ്കൂളില് ഒരു വിശിഷ്ട അതിഥി വരുന്നുണ്ട്. ആരാ? വേറെയല്ല, നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സാറ്. അപ്പൊ പുള്ളിക്ക് ഞാനൊരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇതെങ്ങനെയാ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജൂൺ 2-ാം തീയതി രാത്രി 8 നേരത്താട്ടാ കാര്യങ്ങൾ അറിയുന്നത്. അപ്പൊ ടീച്ചർമാർ ഇങ്ങനെ ചോദിച്ചു, സ്കൂളിലൊരു കുട്ടി സാറിന് ഒരു ഡ്രോയിങ് കൊടുക്കുന്നുണ്ട് ഗിഫ്റ്റ് ആയിട്ട്, എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ തന്നെ ഞാൻ സ്പോട്ടിൽ പറഞ്ഞു, നമുക്ക് അന്നൊരു രുദ്രാക്ഷത്തിന്റെ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാന്ന്. അങ്ങനെ ഇത് കൊടുക്കാൻ പറ്റുമോ ഇല്ലേന്ന് യാതൊരു ഉറപ്പില്ല എനിക്ക്. എന്നാലും ഞാൻ ഉണ്ടാക്കാന്നൊക്കെ വിചാരിച്ചു. അപ്പൊ എൻ്റെ ഒരു ഐറ്റംസ് ഉണ്ടായിരുന്നില്ല ഇനി വേണ്ടത്. ഞാൻ കാലത്ത് ഫെജിയിൽ പോയിട്ടാ രുദ്രാക്ഷം അതുപോലെ സിൽവർ ബീഡ്സ് ഒക്കെ മേടിച്ചത്. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഓർക്കാട്ടാ. അപ്പൊ തൊട്ട് എനിക്ക് ഇങ്ങനെ ഓരോ പണി കിട്ടിക്കൊണ്ടിരിക്കുക. എന്റെ ടെൻഷൻ കാരനാന്ന് തോന്നുന്നത്. ഞാൻ 1mm എലാസ്റ്റിക് ത്രെഡിലാട്ടോ കോർക്കാൻ തുടങ്ങിയത്. അപ്പൊ ഇനി പൊട്ടിപ്പോണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ 2 ലെയർ ഇട്ടിട്ട് കോർക്കാൻ തുടങ്ങി. 2 ലെയർ ഇട്ട് കോർക്കാൻ തുടങ്ങിയപ്പോഴോ കോർത്തൊരു 3/4 ഭാഗമായിപ്പോ പിന്നെ രുദ്രാക്ഷത്തിന്റെ ബീഡ് കയറുന്നില്ല. ഇതിന്റെ ഓട്ടക്ക് എന്തോ കുറവായിട്ടാന്ന് തോന്നുന്നത്. പിന്നെ ഞാനതൊരു പിന്നൊക്കെ ഇട്ട് കുറെ കുത്തി കിളക്കി നോക്കി, എന്നിട്ടും കയറണമെന്നില്ല. പിന്നെ അത് അഴിച്ച് ഒറ്റ ത്രെഡാക്കി പിന്നെ കോർത്തു. അങ്ങനെ പിന്നെ മെഷർമെന്റ് ഒക്കെ നോക്കിയപ്പോ ഞാനൊരു 8 ഇഞ്ചാട്ട് അളവ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതൊരു 7 ഇഞ്ചൊക്കെ വരുന്നുള്ളൂ. പിന്നെ അഴിച്ചു പണിതു. കുറെ സമയം എടുത്തുട്ടാ. എനിക്ക് അപ്പോഴൊക്കെ ഭയങ്കര ടെൻഷനാ. ഇപ്പൊ അത് നോക്കിയപ്പോ എനിക്ക് 7 ഇഞ്ചുള്ളൂ. ഇനി എന്ത് ചെയ്യുന്ന ആലോചിച്ചു. പിന്നെ വീണ്ടും അത് അഴിച്ചു പണിതു. ഇതിന്റെ ഇടയിൽ വേറൊരു ടെൻഷൻ എന്താ വെച്ചാൽ, ഇതിന്റെ പണി തീർന്നിട്ട് സ്കൂളിൽ നേരത്തെ എത്തണം മോളെ ഒരുക്കാനായിട്ട്. അപ്പൊ അവിടെ സമയത്തിന് എത്തി മോളെ ഒരുക്കാൻ പറ്റില്ല എന്നുള്ള ടെൻഷനായിരുന്നു. ഇനി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഭയങ്കര വിഷമമാവട്ടെ എനിക്ക് അത്രയും ടെൻഷനായിരുന്നു. പിന്നെ അഴിച്ചു പണിത് വന്നപ്പോ വേറൊരു പണി കിട്ടി. മേടിച്ചു കൊണ്ട സിൽവർ ബീഡ്സ് തികഞ്ഞില്ല. 3-4 പ്രാവശ്യം അഴിച്ചു പണിട്ട് കുറെ സമയം പോയതാണേ. പെട്ടില്ലേ ഞാൻ. ഇനി എന്ത് ചെയ്യും? കുറെ നേരം ഇരുന്ന് ആലോചിച്ചു. പിന്നെ രണ്ടും കൽപ്പിച്ച് അതിന്റെ നടുക്ക് കോർക്കാനുള്ള ഒരു കുഞ്ഞ് ആനയുടെ പെൻഡന്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കോർത്തിട്ട് ഇനി പോണ വഴിക്ക് ഫെജി കയറിയിട്ട് വീണ്ടും ബീഡ്സ് മേടിക്കാന്നൊക്കെ വിചാരിച്ചു. ഫെജി കയറി ബീഡ്സ് ഒക്കെ മേടിച്ചു. സ്കൂളിൽ പോയിട്ട് കോർക്കാന്ന് ആദ്യം ഞാൻ വിചാരിച്ചത്. പിന്നെ സമയം തീരെ കുറവായിരുന്നു. അത് തന്നെ ഞാൻ ഓട്ടോയിൽ ഇരുന്നിട്ടാ ഇത് കോർത്തതൊക്കെ. ലാസ്റ്റത്തെ സിൽവർ ബീഡും രുദ്രാക്ഷമൊക്കെ കോർത്തിട്ട് കൂട്ടിക്കെട്ടണം, വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ച് ട്രൈപോഡ് ഞാൻ ബാഗിലായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സ്കൂളിൽ പോയിട്ട് ഇത് കൂട്ടിക്കെട്ടാനും വീഡിയോ എടുക്കാനും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഓട്ടോയിൽ ഇരുന്നിട്ട് തന്നെ ഇത് കൂട്ടിക്കെട്ടാന്ന് വിചാരിച്ചു. അപ്പൊ ഇതിന്റെ ഫൈനൽ ബീഡ് കോർക്കുന്നത് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ഓട്ടോയിൽ ഇരുന്നിട്ട് കിട്ടിയത്. അപ്പൊ അതിന്റെ ഒരു ഫോട്ടോ മാത്രമേ സ്കൂളിൽ പോയിട്ട് എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്റെ ബ്രേസ്ലെറ്റ് എങ്ങനെയുണ്ടെന്നൊന്ന് പറയണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറഞ്ഞോളോ. ഒട്ടും പിശുക്ക് വിചാരിക്കോ. പിന്നെ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടാ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് 2:30 ഫംഗ്ഷന് ഞാൻ സ്കൂളിൽ എത്തുന്നത് 1:45 പിന്നെ ചടപടേന്ന് മോളെ റെഡിയാക്കി. പിന്നെ സാറ് വന്നു. സാറിന് മോള് ബൊക്കെ കൊടുത്തു, ബ്രേസ്ലെറ്റ് കൊടുത്തു. എനിക്ക് വളരെ പ്രൗഡ് മൊമെന്റ്സ് ആയിരുന്നു അത്. എന്തെന്നാ അറിയാത്ത അത്രയ്ക്ക് ഹാപ്പിനെസ് ആയിരുന്നു എനിക്ക്. എന്നോടും എന്റെ മോളെ കുറിച്ച് ആലോചിച്ച് അവളോടും എന്തെന്നില്ലാത്ത അഭിമാനം തോന്നിയ നിമിഷങ്ങളായിരുന്നു അത്. അപ്പൊ ഇതിന് എനിക്ക് ഏറ്റവും നന്ദി ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന മോളുടെ ടീച്ചർമാരോടാട്ടാ. ടീച്ചർമാർക്ക് ഒരു ബിഗ് താങ്ക്സ്.